ഹായ് ഫ്രണ്ട്സ്, ഞാൻ കുറച്ച് ദിവസം മുന്നേ സ്റ്റഡി സീരീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസം പ്രൊഡക്റ്റീവായിട്ട് നല്ല കാര്യമായിട്ട് പഠിച്ചു. പക്ഷേ നമ്മുടെ ലൈഫാണല്ലോ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ടും അതുപോലെ തന്നെ സംഭവിക്കണം എന്നൊന്നുമില്ല. എൻ്റെ ഫാമിലിയിൽ ഒരു മരണമുണ്ടായി. പിന്നെ 2 ദിവസം എനിക്ക് പീരീഡ്സ് ആയിട്ട് വളരെ ഒരു ദയനീയാവസ്ഥയായിരുന്നു. ഇതൊന്നും ഒരിക്കലും ഒരു എക്സ്ക്യൂസായിട്ട് പറയുന്നില്ല, പക്ഷേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതാണ്. എന്താണ് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ നടക്കണം എന്നൊന്നുമില്ലല്ലോ. ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ചെറിയ രീതിയിൽ ഞാൻ പഠിക്കുന്നുണ്ട്, PDF നോക്കിയിട്ടും കറണ്ട് അഫെയർസ് അപ്ഡേറ്റ് ചെയ്തിട്ടും. പക്ഷേ എനിക്കങ്ങ് ഇരുന്ന് വളരെ പ്രൊഡക്റ്റീവായിട്ട് മനസ്സറിഞ്ഞ് പഠിക്കാനായിട്ട് പറ്റാറില്ല എന്നതാണ് സത്യം. കഴിഞ്ഞ ദിവസങ്ങളൊന്നും അങ്ങനെ ഒരു പ്രൊഡക്റ്റീവ് എന്ന് പറയാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പ്രൊഡക്റ്റീവ് സീരീസ് പോലെ കണ്ടിന്യൂ ചെയ്യാതെ അവിടെ നിർത്തിയേക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഉച്ചവരെ പഠിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, കറണ്ട് അഫെയർസിനാണ്. അപ്പോൾ കറണ്ട് അഫെയർസും മാത്സും പിന്നെ PYQs ഒക്കെ മാക്സിമം രാവിലെ തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ചില ആളുകൾ പറയുന്നുണ്ട് വളരെ ടഫായിട്ട് തോന്നുക, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. പക്ഷേ എനിക്ക് ഈ കുറച്ച് വിഷയങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ എന്തോ ഒരു സമാധാനമാണ്, ഞാൻ എന്തൊക്കെയോ പഠിച്ച പോലെയും അങ്ങനെ ഒരു ഫീലാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ, അതായത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫെയർസ് ഇതാണ് നോക്കാറുള്ളത്. എപ്പോഴും എല്ലാവർക്കും ഫുൾ ടൈം ഇങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റണമെന്നില്ല. പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കുന്നതിലും കുറച്ചുകൂടെ കൺസിസ്റ്റൻ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പ്രൊഡക്റ്റീവ് സ്റ്റഡി സീരീസിന് ഉദ്ദേശിച്ചത് കുറച്ചൊക്കെ പ്രൊഡക്റ്റീവായിട്ട് നമ്മളിരിക്കുന്ന സമയത്ത് ഡെയിലി നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ത്വര എന്നൊക്കെ പറയില്ലേ, അത് വരും. അപ്പോൾ അത് നമ്മൾ കൺസിസ്റ്റൻസിയിലേക്കും ഡെയിലി കുറച്ചെങ്കിലും നോക്കുന്ന രീതിയിലേക്ക് വരും. കറണ്ട് അഫെയർസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൂടുതലായിട്ടും ടെലഗ്രാം ചാനലിൽ ട്രൂട്ട് ആൻഡ് ലേണിങ്ങിൻ്റെയും അതുപോലെ തന്നെ വൊക്കാബ് സ്പീഡിൻ്റെയും കറണ്ട് അഫെയർസാണ് മെയിൻ നോക്കാറുള്ളത്. ട്രൂട്ട് ആൻഡ് ലേണിങ്ങിൻ്റെ കറണ്ട് അഫെയർസിൽ അവരെന്ത് ചെയ്യാറുണ്ട്, പറഞ്ഞ പോയിൻറ്റിന് അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട് പറയാറുണ്ട്. അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ചാനലാണ് ചൂസ് ചെയ്ത് പഠിക്കുന്നതെന്നുള്ളത് ഒന്ന് പറയാം.